അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കണ്ണൂരിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു നെരിപ്പടം എന്ന് പറഞ്ഞ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പോളയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇറാനി പോള, അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മൈദയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അരിമാവിൽ ചെയ്യുന്ന ഒരു പോളയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ പ്രോൺസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ അവിടെ സൽക്കാരങ്ങളിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് ജീരകശാല അരി ഞാൻ 3 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് കഴുകിയിട്ട് എടുക്കുന്നത്. ജീരകശാലയ്ക്ക് പകരം ബസ്മതിയോ അതുപോലെ തന്നെ പച്ചരിയോ ഒക്കെ എടുക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ജീരകശാല തന്നെയാണ്. അപ്പോൾ മാക്സിമം അത് തന്നെ എടുക്കാൻ നോക്കുക. ഞാനിവിടെ ചെമ്മീൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 20 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പമുള്ള ചെമ്മീനാണ്. ഇത്ര തന്നെ വേണമെന്നില്ല, ഇതിൽ കുറച്ചാലും മതി, കാരണം മസാല ഒരുപാട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ മസാല വെച്ച് ചെയ്യുമ്പോൾ, കാരണം ചെമ്മീൻ്റെ മസാല ഏതിൽ വരുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ട് അങ്ങ് ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമില്ല, ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഇനി ഞാൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ സവാള ചേർക്കുന്നുണ്ട്. 3 ചെറിയ സവാളയാണ് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഇതിൽ പിടിക്കുക. അപ്പോൾ നല്ല ചെമ്മീൻ്റെ മണമൊക്കെ ഉണ്ടാവും മസാലയ്ക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴറ്റിയെടുക്കണം, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇവിടെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് 6 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി ഇതിൽ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ഇതിന് നല്ലത്. പച്ചമുളക് ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. അത് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെമ്മീനൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലും മസാല എല്ലായിടെയും നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെ ചെമ്മീൻ നല്ല വലുപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് അധികം ചേർത്താലും നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്താൽ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ അരി 2-3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മിക്സിക്കകത്തോട്ട് ചേർക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ, നല്ലൊരു ഫ്ലേവർ വരും. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മളിതിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോളൂ, അത് കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ലപോലെ അരയണം, അത് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ആ അതേ മിക്സിക്കകത്തോട്ട് തന്നെ ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 5ഓ 6ഓ മുട്ട നിങ്ങൾക്ക് എടുക്കാം. വലിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിട്ടുള്ളത്. അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 3 ചെറിയ ഏലക്കായ ചേർക്കുന്നുണ്ട്. അരി അരക്കുമ്പോഴാണ് ഏലക്കായ ചേർക്കുന്നത് നല്ലത്. ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇതിനകത്ത് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അരിമാവും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിത് രണ്ടും കൂടെ അടിച്ചെടുത്ത് ഒരു ബൗളിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ലൂസായിട്ടാണ് ഈ മാവ് ഉണ്ടാവും, ഒരുപാട് കട്ടിയിലല്ല. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് നല്ലപോലെ ആവാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മാവ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഞാൻ മാവ് പകുതിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പകുതി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഒട്ടും തീ കൂട്ടാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് അടി അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കുറച്ച് നേരം അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രമേ ആ സൈഡിലുള്ള ലെയർ കുറച്ച് കട്ടിയിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ മസാല ഇടുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ മസാലയൊക്കെ പുറത്ത് കാണും. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടിയിലത്തെ ലെയർ ഒന്ന് സെറ്റാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്യാം. അതിന് ശേഷം വേണം മസാല ഇടാനായിട്ട്. തീ ഓഫ് ചെയ്യാൻ മറന്നു പോരുത്. മസാല ഇടുന്ന സമയത്ത് ഒരുപാട് ബലത്തിലിടാതെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. കാരണം അടിയിലെ ലെയർ തിന്നായിട്ടുള്ളൊരു ലെയറാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാല ഒരുപാട് വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയതുകൊണ്ട് ഞാനങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലോട്ട് ഒരുപാട് അങ്ങ് ആക്കണ്ട. കൈവച്ച് ഒന്ന് നടുക്കൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ജീരകശാല അരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ മാവിന് ഉണ്ടാവുക. ഇനി ഇത് പൊങ്ങി നിൽക്കണ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. പക്ഷെ നമ്മൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് അടിയിലൊരു തവ വെക്കണം, എന്നിട്ട് വേണം വേവിക്കാനായിട്ട്. ഇല്ല അടി കരിഞ്ഞു പിടിക്കും. അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറിയ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിയും വട്ടത്തിൽ അരിഞ്ഞതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റായി വരും. അപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. ഒരു 35-40 മിനിറ്റൊക്കെ എടുക്കും. ചിലത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് അധികം എടുക്കും. അപ്പോൾ നമ്മളിതൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. നമ്മൾ കേക്ക് പോലെ തന്നെയാണ്, ഒട്ടിപ്പിടിക്കുന്നില്ല, അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിതിപ്പോൾ ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് വേറൊരു പാനിനകത്ത് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശം മൊരിച്ചെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പോള പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പൊക്കെ കഴിയാറായി, അപ്പോൾ എന്തായാലും ഒരു ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഒരുപാട് മൈദയോ അതുപോലെ തന്നെ ഒരുപാട് ഓയിലോ ഒന്നും എടുക്കുന്നില്ല. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അടിവശമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നമ്മൾ അടിയിൽ തവ വെച്ചതുകൊണ്ടാണ് അടിവശം ഒട്ടും കരിയാതിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം പോരാ, ട്രൈ ചെയ്യുകയും വേണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിലൊരു കോൺടെസ്റ്റും നടക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ ഐക്കണും കൂടെ വരും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.